നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ വിചാരിച്ച പോലെ പ്രവർത്തിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അതിന്റെ പ്രായോഗിക പരിഹാരം എന്താണ്? ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും, രാവിലെ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് അവൻ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്ന സമയത്താണ് രാവിലെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ചില ഉമ്മാര് പറയും, ഞാൻ എപ്പോഴും വിചാരിക്കും കുട്ടി സ്കൂൾക്ക് പോകണ നേരല്ലേ, ഓനെ ഒന്നും പറയാതെ പറഞ്ഞയക്കണം എന്നാ ഞാൻ വിചാരിക്കുക. പക്ഷെ ഒന്നും പറയാത്തൊരു പോക്ക് രാവിലെ ഉണ്ടാവൂല. അപ്പോ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടിയൊക്കെ കണ്ണുനീര് തുടച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥാവിശേഷം ഒഴിവാക്കണം. അതിനൊരു പണിയില്ല. ഞാൻ എന്താ പറയാന്ന് വിചാരിച്ചാൽ, രാവിലെ നിങ്ങൾ വിളിക്കുമ്പോൾ കുട്ടീനെ സ്നേഹത്തോടെ വിളിക്കണം. എന്തൊരു ഇടങ്ങേറിങ്ങി ഉണരുന്ന സമയത്ത് ഒരാൾ നമ്മളെ തുറിച്ചു നോക്കി അല്ലെങ്കിൽ ദേഹത്തൊന്ന് വേദനിപ്പിച്ച് ഒന്ന് ചാടിക്കളിച്ച് ഒരാളെ നമ്മളെ വിളിച്ചാൽ എന്തെങ്കിലും അന്നത്തെ നേരം പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്ന ഒരു ഭീകരരൂപം. ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ വിളിക്കാൻ ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം. ഒരു പക്ഷെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഉമ്മാനെ പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും. ഇനി പിന്നത്തെ ഒരു നിവൃത്തിയില്ല, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യങ്ങൾ. എന്നോട് ചിലപ്പോൾ സ്ത്രീകൾ പറയും, നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് നമ്മൾ യോജിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താ നമ്മളെ പറ്റി തകരാറ് പറഞ്ഞാൽ തിരുത്തിന് എന്താ പ്രയാസമുള്ളത്? ആരോട് പറഞ്ഞാലും നമുക്ക് തിരുത്താവുന്ന കാര്യങ്ങളാണ് ഒരു പൊതുമാറ്റത്തിന് വേണ്ടി. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പരിപാടി തരും, വിളിക്കുമ്പോൾ നല്ല നിലക്ക് വിളിക്കുക. അതിന് എപ്പോഴാണ് വിളിക്കേണ്ട കാര്യങ്ങൾ? സുബൈന്റെ സമയം തെറ്റിയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടേ വിളിക്കാൻ പറ്റുള്ളൂ. കേട്ടോ, സുബൈ നിസ്കരിക്കാതെ കടന്നുറങ്ങാണ് 7 മണിക്ക് എന്ന് പറയേണ്ടി വരും. നേരെ മറിച്ച് ഒരു 5:45 വിളിക്കുകയാണെങ്കിൽ, മോളെ ബാങ്ക് കൊടുത്തിട്ട് 1/2 മണിക്കൂറായി കുട്ടി നിസ്കരിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പൊ നമ്മളത്തെ ചെറിയ തകരാറുണ്ട്. 7 മണിക്കാണ് കുട്ടിയെ വിളിക്കാൻ തീരുമാനിച്ചത്, 5:45 വിളിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ വിളി വിളിക്കാം. 7 മണിക്ക് വിളിക്കുമ്പോഴോ എന്താ നീക്കാതെ കടന്നുറങ്ങല്ലേ എന്ന് പറയേണ്ടി വരും. ഒരു ചെറിയ സമയ വ്യത്യാസമാണ് ആ ശൈലിയുടെ മാറ്റത്തിന്റെ ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു 5:45 വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ കുട്ടി എപ്പോഴാണോ കുളിക്ക് ബാത്റൂമിൽ കയറേണ്ട ഒരു സമയം ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞാൽ മതി, മോളെ 7 മണിയായി, കുട്ടി കുളിച്ചോ, ഇനി ബാക്കിയൊക്കെ ഞാൻ നോക്കി, ഞാൻ പുസ്തകം ഞാൻ എടുത്തോളാം, ആണെങ്കിൽ ബാഗൊക്കെ ഞാൻ എടുത്തോളാം, വെള്ളം ഞാൻ നിറച്ചോളാം, കുട്ടി ബാത്റൂമിൽ കയറിക്കോ എന്ന് പറയണം. അത് പറയേണ്ടത് എപ്പോഴാ സഹോദരിമാരെ? 7 മണിക്കാണ്. അത് 7:30 ഇനിയും കുളിച്ചിട്ടില്ലല്ലേ, നീ എപ്പോഴാ കുളിക്കുക? എന്നും രാവിലെ കുളിക്കാൻ ഞാൻ ബാത്റൂമിൽ കുന്തി കയറ്റണം എന്ന് പറയേണ്ടി വരും. അത് 7 മണിക്ക് പറയുകയാണെങ്കിൽ പറയണ്ട. അപ്പൊ നോക്ക് നിങ്ങൾ, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ആ കുട്ടി 8:45 സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനും ഒരു 10 വട്ടമെങ്കിലും മോളെ 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 എന്ന് വിളിച്ചിട്ടുണ്ടാവും. സഹോദരിമാരെ, അങ്ങനത്തെ ഒരു സംസാരം വീട്ടിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും സമയം വൈകുന്നു എന്നാണ് പ്രശ്നം. പിന്നെ ചിലപ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ സഹകരിക്കാതെ വരും. ഞാൻ വീട്ടിൽ സഹകരിക്കാതിരിക്കുന്നത് ഉമ്മേന്റെ പണി എടുത്തിട്ടുണ്ട് എടങ്ങാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളൊരു മകള് സഹോദരിമാരെ വെറുതെ പത്രം ഇരിക്കൂല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഗൗരവ ബോധമില്ല. ആ കുട്ടി നിങ്ങളൊന്ന് കല്യാണം കഴിച്ചു നോക്കി, നിങ്ങൾ അമ്മായിമാരെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ, ഓൾ ഇരിക്കൂല, ഓൾ വിശ്രമിക്കൂല, അവൾ ഓട്ടത്തോടെ ഓട്ടമായിരിക്കും. അത് നമ്മളും അങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ട് ഒരു നിർബന്ധിതാവസ്ഥയല്ല. കാരണം ഉമ്മ വളരെ വിശാല മനസ്കയാണ്, അവൾക്ക് നമ്മളോട് സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മയൊക്കെ ചെയ്തോളും, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഉമ്മ എന്നെ ഒന്നും പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കുട്ടിക്കാര്യം. അതുകൊണ്ട് തന്നെ മോളെ വിളിക്കാം, മോളെ ഇന്ന് ഉമ്മാക്ക് ചെറിയൊരു സുഖല്ലായ്മയുണ്ട്, കുട്ടിനെ ഞാൻ ഒന്നും വിളിക്കില്ലല്ലോ, മോളൊന്ന് വന്ന് ആ പാത്രം ഒന്ന് കഴുകി വെക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ സ്നേഹത്തിന്റെ ഒരു വീട്ടിൽ നടക്കും. ഞാൻ പറഞ്ഞ ഒന്നും നമ്മൾ പരിശ്രമിച്ചാൽ ഒരു കൗൺസിലറും വേണ്ട, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കോടതിയും വേണ്ട, ആരോടും നമ്മുടെ കുട്ടികളെ കുറിച്ച് പരാതി പറയേണ്ട, നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് ആക്ഷേപത്തിന്റെ സംസാരങ്ങളും കുറ്റപ്പെടുത്തലുകളും വീടുകളിൽ ഇല്ലാതെയാകാൻ മാതാപിതാക്കളെ, രക്ഷിതാക്കളെ നമ്മൾ എന്ത് ചെയ്യാനും പരിശ്രമിക്കണം. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇന്ത്യത്തെ തകരാറുണ്ടാവും. ഇന്ത്യത്തെ ആ തകരാറുകൾ എന്തായാലും എന്നോട് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല. ഈ പൊതുവെ എന്താ വെച്ചാൽ, ഈ വീട്ടിലൊക്കെ 2-3 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിനെ ചീത്ത പറഞ്ഞാൽ മറ്റേ കുട്ടി ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുന്നുണ്ടാവും. എനിക്ക് ചീത്ത കേട്ടില്ലേ എന്നാണ് മനസ്സിലായി. നമ്മള് ചീത്ത പറഞ്ഞ വിഷയമാവില്ല അവിടെ ഉണ്ടാകുക, അനക്ക് ചീത്ത കേട്ടില്ലേ എന്നാണ്. അപ്പൊ പിന്നെ മറ്റേ കുട്ടിന്റെ മനസ്സിലെന്താ വെച്ചാൽ, ഇവൻ എപ്പോഴാ ചീത്ത കേൾക്കാന്നാണ്. അത് 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓൻ ചിരിക്കും, എന്താണ്, അനക്കും ചീത്ത കേട്ടില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പൊ സത്യം ഇതിലൊരു ചെറിയ പ്രശ്നം വെച്ചാൽ, കുട്ടികളുടെ അപാകതകളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. അത് അനുജന്മാരും ജ്യേഷ്ഠന്മാരും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ ഈ താത്ത കാക്ക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊസിഷനാണ്. അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉമ്മ വന്നുങ്ങാണ്ട് എന്ത് ചെയ്യാണ്, വലിയ ആളാന്നിലേക്ക് ഇങ്ങനെ അഞ്ചന്മാരെ തുഷാറായി നിൽക്കുമ്പോൾ നമ്മൾ മോശക്കാരനാന്ന് ഉമ്മ പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ പരിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്നും മനസ്സിലാവില്ല സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യൂല. അതുകൊണ്ട് എന്താ, നിങ്ങൾ കുട്ടികളുടെ തകരാറുകളെ മറ്റുള്ളവരോട് പറയാം. ആരെങ്കിലും ഒക്കെ വിരുന്ന് വന്നാൽ അവരോട് പറയാം, ഇവിടെ ഒരുത്തുണ്ട്, ഓനോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഈ നിങ്ങൾ ദയവ് ചെയ്ത് വേറൊരോട് പറയരുത്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നെന്താ വെച്ചാൽ, അന്യരോട് നമ്മളുടെ തകരാറുകൾ പറയുന്നത് കൊണ്ട് എന്താ നമുക്ക് ലാഭമുള്ളത്? അതുകൊണ്ട് ആക്ഷേപിക്കുന്ന അവസ്ഥകൾ ആരെ മുമ്പിൽ വെച്ചാണെങ്കിലും കുട്ടികളുടെ അയ്ബുകൾ, ഇദ്ഹാർ ഒയൂബ് തിഫിൽ,
കുട്ടിന്റെ അപാകതകൾ മറ്റവർക്ക് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലില്ലാതെയാക്കണം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് അങ്ങനെ ചെയ്തു, ഇന്ന് അങ്ങനെ ചെയ്തു. ഇതൊക്കെ സ്ഥിരം പതിവാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. ഒരു പെൺകുട്ടി ഒരാളെ പരിചയപ്പെട്ട് അവന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളെല്ലാരും കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്നായിക്കോട്ടെ, ഞാൻ വാപ്പന്റെ ഇഷ്ടപ്രകാരം തന്നെ ഇവിടുന്ന് ഇനി പഠിക്കാൻ പോകും, പഠിപ്പൊക്കെ നിർത്തിയാണ്, ഞാൻ പഠിക്കാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവസാനം പറഞ്ഞു, ഇനിയിപ്പോ എന്താന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായ എന്താ പ്രശ്നം ചോദിച്ചു. ഇനി വീട്ടിൽ ചെന്ന് അമ്മ തന്നെ പറയും, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നു, ഇനി അയാൾ ഫോൺ വിളിക്കൂല, അയാളെ പിന്നാലെ പോല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇമ്മ തന്നെ പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, അവൾ എന്നോടും കുറച്ച് കർശനത്തിലാ പറഞ്ഞത്, ഇമ്മെങ്ങാനും ഈ കഴിഞ്ഞ സംഭവം എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ നമ്പർ എടുത്ത് വീണ്ടും അയാൾക്ക് വിളിക്കും എന്നാണ് അവൾ വാശിപൂർവ്വം പറഞ്ഞത്. അതെന്നെ സംഭവിച്ചു. കാരണം ഉമ്മാക്കത് പരാതിക്കാൻ പറ്റണ്ടേ. ഇങ്ങോട്ട് വരികയാണ് അവിടെ വരുന്നു, ഉമ്മയോട് പറഞ്ഞു. ഒരു സംഭവമല്ല, ആ കുട്ടികൾക്ക് ഫോൺ ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അവൾ ഫോൺ നമ്പർ എടുത്തു, വിളിച്ചു, അവന്റെ കൂടെ പോയി, വയനാട്ടിൽ മുസ്ലിയാർ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഒക്കെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നല്ല ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ, അന്ന് നീ അങ്ങനെയായിരുന്നു, അന്ന് നീ ഇങ്ങനെയായിരുന്നു, അന്ന് നീ ഇങ്ങോട്ട് ചെയ്തു എന്നൊന്നും നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളെ ആക്ഷേപിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുവാനുള്ള ഒരു നല്ല അവസ്ഥ അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം നമുക്കുണ്ടാകും.